ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ ഇന്ത്യൻ ആർമി എന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. EVM മെഷീനെതിരെ ഇന്ത്യൻ ആർമി പ്രതികരിച്ചു. പ്രചരിക്കുന്ന വീഡിയോയിലെ വാസ്തവം എന്താണ്? പരിശോധിക്കാം, റിപ്പോർട്ട് കാണാം. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ ആർമി. EVM മെഷീനുകൾ കാണാതായതുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന്റെ പ്രതികരണം. ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ നൽകിയാണ് വീഡിയോ പലരും പ്രചരിപ്പിക്കുന്നത്. സൈനിക മെഡലുകൾ ധരിച്ച ഒരാൾ ഹിന്ദിയിൽ നടത്തുന്ന വാർത്താസമ്മേളനവും പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം. 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ EVMുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമെന്ന തലക്കെട്ടോടെ നിരവധി വീഡിയോകൾ യൂട്യൂബിൽ കണ്ടെത്തി. ദി ജനത ലൈവ് എന്ന യൂട്യൂബ് ചാനലിന്റെ ലോഗോയാണ് പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത്. 2024 ജനുവരി 28-ന് ഇതേ ചാനൽ പ്രചരിക്കുന്ന വീഡിയോയുടെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോ അപ്ലോഡ് ചെയ്തതായി കണ്ടെത്തി. ഒറിജിനൽ വീഡിയോയ്ക്ക് 12 മിനിറ്റും 35 സെക്കൻഡും ദൈർഘ്യമുണ്ട്. ഒറിജിനൽ വീഡിയോയിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് പ്രചരിക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറിജിനൽ വീഡിയോയിൽ തങ്ങൾ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിക്കാരാണ് എന്ന് സംസാരിക്കുന്നയാൾ പറയുന്നുണ്ട്. हम भड़काने वाले नहीं है, हम चुनाव में उतरने वाले सैनिक हैं. भारतीय जवान किसान पार्टी 543 सीटों पर जो कि सबसे बड़ी पार्टी है. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിക്കാരാണ് എന്ന് പറയുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. റിട്ടയർഡ് സുബേദാർ വീർ സിംഗ് ചൗഹാൻ എന്നയാളാണ് പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത്. ഇന്ത്യൻ ആർമി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കുന്നു എന്ന രീതിയിൽ പ്രചരിക്കുന്നത് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി 2024 ജനുവരി 28-ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ ആണെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഫാക്ട് ചെക്ക് ഡെസ്ക് 24.